ഹലോ. ആരാ കോള് ചെയ്തത്? എന്ത് പറ്റി? ഇടി ആരാ കോൾ ചെയ്തേ? എല്ലാം ഡിലീറ്റ് ചെയ്തെന്ന്. ഫൈനലി ഇനി നമുക്ക് സമാധാനത്തോടെ ശ്വാസം വിടാം. എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഓ ഗോഡ്, നീയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ ശാലിനി? പറ, ഇന്ന് എന്റെ സ്ഥിതി എന്തായിരിക്കും? ഇതിൽ കൂടുതൽ നീ ഒന്നും സംസാരിക്കണ്ട. പല പ്രാവശ്യവും നീ എനിക്ക് പണം തന്ന് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ നീ റിലാക്സ് ആയിട്ടിരി, ഓക്കെ? ശാലിനി, അയാള് സത്യമായിട്ട് എൻ്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്താണോ? ഒരുപക്ഷെ അയാള് കള്ളം പറയുകയാണെങ്കിലോ? അല്ലേ? ഇത്രയും വലിയ എമൗണ്ട് അയാൾ നിന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും അത് ഡിലീറ്റ് ചെയ്ത് കാണും. ആവശ്യമില്ലാതെ നീ കൺഫ്യൂഷൻ ആകാതെ. അയാൾ തീർച്ചയായിട്ടും ഡിലീറ്റ് ചെയ്ത് കാണും. എന്ത് പറ്റിയടി? നീ ഒന്ന് സങ്കടപ്പെടാതിരിക്കുക. എല്ലാം ഡിലീറ്റ് ചെയ്തെന്നല്ലേ അയാൾ നിന്നോട് പറഞ്ഞത്? ആ ശരി ശരി. എന്നാ സാറേ നിങ്ങളുടെ പണം? ഇതിൽ പറഞ്ഞ 60 ലക്ഷം ഇല്ലേ? ഉണ്ട് സാറേ. നിന്റെ കമ്മീഷൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എടുത്തു സാറേ. പക്ഷെ നിങ്ങളുടെ നല്ല പ്ലാനായിരുന്നു സാറേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ എൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്ത് ബ്രദർ ഓഫ് ഇന്ത്യ ആയിരിക്കണമെന്നാണോ? അതൊന്നും പോരാഞ്ഞിട്ട് ആ രണ്ടാം കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യണമെന്നാണോ? എനിക്കിത് വട്ടുണ്ടോ? എനിക്ക് എൻ്റെതായ സ്വപ്നങ്ങളുണ്ട്, ഒരു ജീവിതമുണ്ട്. മാത്രമല്ല എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. അതുമാത്രമല്ല, ഞാൻ ബാങ്കോക്കിൽ ഒരു കമ്പനി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ എടുത്തു. ഇനി ആ കമ്പനിയിൽ ഒരു കോപ്പുമില്ല. മാത്രമല്ല ആ ഫ്ലാറ്റ് ഞാൻ ലീസിന് കൊടുക്കുകയും ചെയ്തു. അടുത്ത ആഴ്ച ഞാൻ ഇവിടുന്ന് ബാങ്കോക്കിലേക്ക് പറക്കും. പിന്നെ പാർട്ടിക്കാരൊന്ന് ഫ്ലാറ്റിൽ പൊസിഷൻ എടുക്കും. മാത്രമല്ല ഇവറ്റകളെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് അവർ പുറത്താക്കുകയും ചെയ്യും. സത്യത്തിൽ നിങ്ങൾ അടിപൊളിയാ സാറേ. ഓക്കെ, ബൈ. ബൈ, സീ യു. അല്ല അതിരിക്കട്ടെ, നീ ശരിക്കും ആ ഫോട്ടോസൊക്കെ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്തല്ലോ അല്ലേ? ചെയ്തു സാറേ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10,000 രൂപയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ കൊല്ലാൻ പോലും മടിക്കാത്ത കാലമാണിത്. ഇല്ല സാറേ, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, തീർച്ചയായും. ഓക്കെ ഓക്കെ, ബൈ. ബൈ സാറേ.